ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുക. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മാനന്തവാടി രൂപതയിലെ പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്, ഫാദർ ജെയ്സ് പൂതക്കുഴി അച്ഛൻ. ഏറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛൻ ഈ വേദിയിൽ കിട്ടിയത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അച്ഛൻ്റെ കൂടെ കുറച്ച് സമയങ്ങളും ഞാൻ മാനന്തവാടിയിലായിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസങ്ങളൊക്കെ എനിക്കിട്ട് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ്. അച്ഛൻ ഒറ്റപുത്രനാണ്. ഒരുപാട് കഴിവുകളുണ്ട്. പാട്ട് പാടും, പാട്ടുകൾ എഴുതും, മ്യൂസിക് കൊടുക്കും. അതിനപ്പുറമായിട്ട് അച്ഛന് ഈശോയെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു വൈദികനാണ്. ദിവ്യകാരുണ്യത്തെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ഈ നിമിഷങ്ങൾ നമ്മൾ പാട്ട് കേൾക്കുകയും അനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയും മാത്രമല്ല, നമ്മൾ ഒരു പ്രാർത്ഥന അനുഭവത്തിൽ നമ്മളായിരിക്കും. ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അച്ഛാ, ഒത്തിരി സന്തോഷം. ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാൻ. അച്ഛൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് എപ്പിസോഡ് തുടരാം. താങ്ക് യു അച്ഛാ. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അച്ഛൻ പറഞ്ഞാൽ നമുക്കൊരു പാട്ട് പാടാൻ തുടങ്ങാം. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു പാട്ട്, ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വന്നൊരു പാട്ടാണ്. ഏറ്റവും ആദ്യമായിട്ട് വോയിസ് എടുത്ത പാട്ട്. അത് പാടിയത് കെസ്റ്ററാണ്. ഞാൻ 2012 ഈ പാട്ട് എഴുത്ത് പൂർത്തിയാക്കി സംഗീതം ചെയ്ത്, ഞാൻ തന്നെയാണ് എഴുതിയതും സംഗീതം ചെയ്തു. അപ്പം കെസ്റ്ററാണ് അത് പാടിയത്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം കിട്ടി. അന്ന് കെസ്റ്ററൊക്കെ ഒരു പാട്ട് പാടുമ്പം, നമ്മളുടെ ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷവും സ്വപ്നമൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെ എഴുതുകയാണ്. ഇത് മാത്രമല്ല, എൻ്റെ ദൈവവിളിയുടെ ഒരു ഉള്ള് ഇതിനകത്തുണ്ട്. എൻ്റെ ദൈവവിളിയുടെ ചെറിയ കാര്യങ്ങളൊക്കെ അതിനകത്ത്, ഈ പാട്ടിനകത്തുണ്ട്. നമുക്ക് പാടിയിട്ട് അതിലേക്ക് പോവാം. ഓക്കെ. നാഥൻ എന്നെ തേടി വന്നു. എൻ്റെ യേശു, എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. എന്നുള്ളിൽ വന്നു വസിച്ചിടാനായി, എന്നോടൊപ്പം ഭുജിച്ചിടാനായി, എന്നെ പൂർണ്ണമായി മാറ്റിടാനായി എന്നെ തേടി വന്നു. എന്നെ പൂർണ്ണമായി മാറ്റിടാനായി എന്നെ തേടി വന്നു. എൻ്റെ യേശു, എൻ്റെ നാഥൻ എന്നെ തേടി വന്നു.
മരുഭൂവിൽ വിശന്നു ഞാൻ അലഞ്ഞ നേരം മന്നാ പൊഴിച്ചെൻ്റെ പശിയകറ്റാൻ. മരുഭൂവിൽ വിശന്നു ഞാൻ അലഞ്ഞ നേരം മന്നാ പൊഴിച്ചെൻ്റെ പശിയകറ്റാൻ. കുർബാനയായെൻ്റെ കൂടെ വസിക്കാൻ ഊർജം നിറച്ചെന്നെ ശക്തനാക്കാൻ. ജീവന്റെ നാഥനായി സ്നേഹത്തിൻ നാളമായി എന്നെ തേടി വന്നു. ജീവന്റെ നാഥനായി സ്നേഹത്തിൻ നാളമായി എന്നെ തേടി വന്നു. എൻ്റെ യേശു എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. വാടാമുൾ ചെടിയുടെ തണലിലന്നാൾ ജീവിത ഭാരത്താലുറങ്ങിയപ്പോൾ. വാടാമുൾ ചെടിയുടെ തണലിലന്നാൾ ജീവിത ഭാരത്താലുറങ്ങിയപ്പോൾ. അപ്പവും കുടിനീരും നൽകി എന്നെ പാഥേയമായെന്നും നയിച്ചിടുവാൻ. ജീവന്റെ നാഥനായി സ്നേഹത്തിൻ നാളമായി എന്നെ തേടി വന്നു. ജീവന്റെ നാഥനായി സ്നേഹത്തിൻ നാളമായി എന്നെ തേടി വന്നു. എൻ്റെ യേശു എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. എന്നുള്ളിൽ വന്നു വസിച്ചിടാനായി എന്നോടൊപ്പം ഭുജിച്ചിടാനായി എന്നെ പൂർണ്ണമായി മാറ്റിടാനായി എന്നെ തേടി വന്നു. എൻ്റെ യേശു എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. നല്ല അസാധ്യമായിട്ട് പാടി, നല്ല പാട്ട്. താങ്ക് യു അച്ഛാ. വരികളും എൻ്റെ ഈശോ എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. ഇത് ദൈവവിളിയായിട്ട് കണക്ട് ചെയ്താണ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2 വരികളില്ലേ, അത് ഞാൻ 2000 മാർച്ചിൽ എനിക്ക് കിട്ടിയ വരികളാണ്. അത് അന്ന് ഞാൻ മംഗലാപുരത്ത് ഫിലോസഫി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്, മംഗലാപുരം ജപ്പു സെമിനാരിയിൽ. അന്ന് ഒരിക്കലിങ്ങനെ ഒരു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഉള്ളിലേക്ക് വന്ന കാര്യമാണത്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. പിന്നെ നഷ്ടപ്പെട്ട ആടിനെ തേടി വരുന്ന ഈശോ. അപ്പം ഈശോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഈ ആത്മീയ പിതാക്കന്മാരൊക്കെ പലപ്പോഴും പറയല്ലേ, എ ഹോണ്ടിങ് ഡോഗ് എന്നൊക്കെ പറയില്ലേ, ഒരു വേട്ടപ്പെട്ടിയെ പോലെ ഇരയെ തേടി അതിൻ്റെ പിന്നാലെ പോകുന്ന പോലെ നമ്മുടെ പുറകെ വരുന്നത്. ശരിക്കും എൻ്റെ ജീവിതമൊക്കെ അങ്ങനെയാണ്. ഞാൻ 23-ാമത്തെ വയസ്സിലാണ് സെമിനാരി ചേർന്നത്. ചെറുപ്പം മുതൽ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ
23-ാമത്തെ വയസ്സിലാണ് സെമിനാരി ചേരുക എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമായത്. അപ്പോൾ ശരിക്കും തമ്പുരാൻ്റെ പുറകെ വന്ന് എന്നെ വിളിച്ച് കൊണ്ടുപോയ ഒരനുഭവം തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ആ വരികൾ അങ്ങനെ വന്നേ, എൻ്റെ ഈശോ എൻ്റെ നാഥൻ എന്നെ തേടി വന്നു. പിന്നെ ബാക്കിയുള്ളൊക്കെ വചനങ്ങളാണ്. ഒന്ന് വെളിപാട് 3:21, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവരോടുകൂടെ വസിക്കും, അവരോടുകൂടെ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു വചനമുണ്ടല്ലോ, ആ വചനമാണ് അത് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അത് നിർത്തിയായിരുന്നു. പിന്നെ ആ 4 വരി എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. അങ്ങനെ കിടന്ന് അച്ഛനൊക്കെ ആയി കഴിഞ്ഞപ്പം റീജൻസി കാലം മുതൽ എനിക്കൊരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരുന്നു. സ്പിരിച്വൽ ഫാദർ അത് ഫാദർ ജോൺ പുതുക്കുളത്തിൽ. അച്ഛൻ അറിയാലോ? അച്ഛൻ എനിക്ക് തോന്നുന്നു അച്ഛൻ ചീരാനിലൊക്കെ ഉള്ളപ്പോൾ അവിടെ വികാരിച്ചനായിരുന്നു. മറക്കാൻ പറ്റാത്ത ഫേസ് ആണ്. എന്ത് വലിയൊരു ആത്മീയ ഗുരുവാണ്. അപ്പോൾ എനിക്കെന്തോ എൻ്റെ റീജൻസി കാലത്ത് ഞാൻ പാസ്റ്റൽ സെൻ്ററിലാണ് ചെയ്ത രൂപതയുടെ. അപ്പം അന്ന് ഞങ്ങളുടെ ഫിലോസഫി 3rd ഇയറിൻ്റെ സമയത്ത് ഞങ്ങളുടെ അവിടെയുള്ള സ്പിരിച്വൽ ഫാദർ എപ്പോഴും ഞങ്ങൾ ഉപദേശിക്കുന്ന കാര്യം ഇതാണ്: റീജൻസി കാലത്ത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഫാദർ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ റീജൻസി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഒരാളെ തപ്പി നടക്കുക. അങ്ങനെയാണ് ജോണച്ചനെ കണ്ടെത്തിയത്. അപ്പോൾ ഈ ജോണച്ചൻ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ വളരെ മനോഹരം. അത് അച്ഛൻ ഇങ്ങനെ പറയുന്നത്, ഉൽപ്പത്തിയിൽ സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത്, ആ അപ്പവും വീഞ്ഞിനെയും നമ്മുടെ അൾത്താരയിലേക്ക് കൊണ്ടുവരുന്ന, അങ്ങനെയാണ് അച്ഛൻ്റെ ആ ക്ലാസ്സിൻ്റെ ശൈലിയൊക്കെ. അപ്പം അച്ഛൻ്റെ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു ധ്യാനത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു ക്ലാസ് ഇങ്ങനെ കേൾക്കാനിടയായി. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ബാക്കി വരികൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നത്. അതാണ് മരുഭൂമിയിലെ പുറപ്പാട് യാത്ര. മോശയും കൂട്ടരും കൂടെ ഇങ്ങനെ മരുഭൂമിയിലൂടെ പോന്നു. അപ്പോൾ അവർക്ക് മന്നയായിട്ട് പൊഴിച്ചവൻ ആ തമ്പുരാൻ്റെ ചൈതന്യം, അതാണ് അനുപല്ലവിയുള്ളത്. ചരണത്തിലേക്ക് വന്നപ്പം നമ്മുടെ ഏലിയ പ്രവാചകൻ ജസബിൽ നിന്നും ആഹാബ് രാജാവിൽ നിന്നും ഭയപ്പെട്ട് ഓടി വാടാമുൾച്ചെടിയുടെ തണലിൽ ഇങ്ങനെ തളർന്ന് കിടന്നുറങ്ങിയപ്പം ചുടുകല്ലിൽ ചുട്ട അപ്പവും വെള്ളവുമായിട്ട് ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്കിനിയും കുറേ ദൂരം നടക്കുവാനുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ നടക്കണമെങ്കിൽ, കുറേ യാത്ര ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ ഈ കുർബാന വേണം. അതാണ് ആ വാടാമുൾച്ചെടിയുടെ തണലിൽ എന്നാൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ചരണവരികളിലുള്ളത്. ശരിക്കും അത് അങ്ങനെ ഉള്ളിൽ നിന്ന് വന്ന അനുഭവത്തിൽ തന്നെ എഴുതിയാണ്. എഴുതിയപ്പോൾ തന്നെ ഒരു ട്യൂണും മനസ്സിൽ തമ്പുരാൻ തന്നു. അതിങ്ങനെ എനിക്ക് ട്യൂണ് പൊതുവേ കിട്ടുന്നിങ്ങനെ ആരാധന നടത്തുമ്പോഴാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഈശോയുടെ മുമ്പിൽ ഇരിക്കാറുണ്ട്. ഇരിക്കുമ്പോഴാണ് ഈ കുറേ ട്യൂണുകൾ ഇങ്ങനെ വരും. അതിനെ ഇങ്ങനെ ഒപ്പിച്ചെടുത്താണ് ഇങ്ങനെ വരികളാവുക. അങ്ങനെയാണ് ഈ പാട്ട് രൂപപ്പെട്ടത്. ഈ പാട്ട് രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഈ പാട്ട് ഇറക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടിഞ്ഞാറത്തറയിലുള്ളൊരു ജോസഫ് ഏട്ടൻ, പുള്ളി എഴുതിയ കുറേ പാട്ടുകളായിട്ട് എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ പുതിയിടങ്ങുന്ന പള്ളിയിൽ വികാരിച്ചനായിട്ടിരിക്കുക. അപ്പോൾ ഈ ജോസഫ് ഏട്ടൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ കുറേ പാട്ട് ചെയ്തിട്ടുണ്ട്, അച്ഛനൊന്ന് ട്യൂൺ ചെയ്യാൻ പറ്റുമെങ്കിലൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു 5-6 പാട്ടുകൾ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ എന്തായാലും അതൊരു ആൽബം ആക്കാമെന്നുള്ള ചിന്തയിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ പെങ്ങളും അളിയനെ കൂടി അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോഴാണ് എനിക്കൊരു മുൻ പരിചയത്തിലൂടെ ഞാൻ പരിചയപ്പെട്ട വ്യക്തിയാണ് ശ്രീ ജേക്കബ് കൊരട്ടി. അദ്ദേഹം എനിക്കൊരു ഗുരുതുല്യനാണ്. അദ്ദേഹമാണ് അന്ന് ആ ആൽബം ഇറക്കാനായിട്ട് എന്നെ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ വർക്കാണ് എങ്ങനെയാണ് പാട്ട് റെക്കോർഡിങ്ങും ബാക്കി കാര്യങ്ങളും, ഒരു പാട്ടിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ആ ഒരു പഠനം എനിക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യം. ഇത് ഫസ്റ്റ് കെസ്റ്ററിനെ കൊണ്ട് വോയിസൊക്കെ എടുപ്പിക്കുമ്പം ജേക്കബണ്ണുണ്ടായിരുന്നു. ജേക്കബണ്ണൻ്റെ നേതൃത്വത്തിലാണ് അത് ചെയ്തത്. അതുകൊണ്ട് അത് മനോഹരമായി. എന്നെ തേടി വന്ന ഈശോ എന്ന് പറഞ്ഞൊരു ആൽബം ഇറങ്ങി. അങ്ങനെ ഇത് ടൈറ്റിൽ മ്യൂസിക്കായി. അങ്ങനെയാണ് ഈ പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പാട്ടുകളുടെ ജനനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള വ്യക്തികളെയൊന്നും അതിനകത്ത് മറക്കാൻ പറ്റില്ല. അതിനകത്ത് ദൈവവിളിയും ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. അതായത് ഫിലോസഫിയിൽ ആരംഭിച്ച 4 വരി അത് പൂർത്തിയായ കാലങ്ങളെടുത്തു. പ്രത്യേകിച്ച് ജോണച്ചൻ്റെ അതൊക്കെ മനസ്സിലേക്ക് വന്നതായി. ഇവരുടെ തന്നെ സ്നേഹമുള്ളവർ അച്ഛന്മാരുടെ തന്നെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു പ്രാർത്ഥന കൂട്ടായ്മ. അതിൽ ഭാഗ്യം കൊണ്ട് ഞാൻ ചീരാലിൽ സുൽത്താൻ ബത്തേരിയിൽ അവിടെ ആയിരുന്നപ്പോൾ, പ്രയർ ഹോമിലായിരുന്നപ്പോൾ ഒരു ഭാഗ്യം, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ജയ്സച്ചൻ, അതുപോലെ ജോണച്ചനും പിന്നെ ബിജോയ് അച്ഛനും ഞാനും മറ്റു 2 അച്ഛന്മാരും കൂടി ആരാധന എഴുന്നേറ്റ് വെച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് മണിക്കൂറുകൾ പോയാൽ അതൊന്നും അറിഞ്ഞു പോലുമില്ല. നമ്മൾ മാസത്തിലൊന്നൊക്കെ ഒരുമിച്ച് അവിടെ കൂടുമായിരുന്നു. നിങ്ങളുടെ ഹൗസിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതെ.
അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വൈദികരുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. അതിലൊക്കെ എനിക്ക് ഭാഗ്യം ഉണ്ടായി ഒന്ന് പങ്കുചേരാനൊക്കെ, പ്രത്യേകിച്ച് ജോണച്ചനോടൊക്കെ. നമ്മളെയൊക്കെ വളർത്തിയത് അതാണ് ഓരോ രീതിയിലും. നമ്മൾ എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഈ വൈദികരുടെ കൂടെയുള്ള പ്രാർത്ഥന കൂട്ടായ്മയില്ല, അത് ഭയങ്കര പവറാണ്. അത് തിരിച്ചറിഞ്ഞ് തന്നെ നേരത്തെ ഇപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഞാൻ അങ്ങനെ അംഗമായിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു പവറൊക്കെ മനസ്സിലായി. ഒരുമിച്ച് നമ്മൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കൈകൾ പിടിച്ച് വിരിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഭയങ്കര ഫീലാണ്. അത് കഴിയുമ്പോഴൊക്കെ ഒരു അനുഭവമാണ്. അപ്പോൾ അതിപ്പോഴും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനെല്ലാം അല്ല ജോണച്ചൻ്റെ വലിയൊരു പങ്കാളിത്തമൊക്കെ. അച്ഛൻ കൈ പിടിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി. അതെ. ഓക്കെ, അപ്പോൾ ഒത്തിരി നന്ദി അച്ഛൻ. നമുക്ക് ഒരു പാട്ട് കൂടി ഒന്ന് കേട്ടാലോ? പാടാച്ച. നമുക്കിന്ന് ഒരു മാതാവിൻ്റെ പാട്ട്. എനിക്ക് ജീവിതത്തിൽ എപ്പോഴും കൂടെ താങ്ങായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ കൂടെയുള്ള യാത്രയാണത്. എപ്പോഴും അനുഗ്രഹമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. എന്നോട് ചിലപ്പോൾ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ വൈദിക കൂട്ടായ്മയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കൂടെയുള്ള അച്ഛന്മാരൊക്കെ പറയും, അച്ഛൻ്റെ കൂടെ പരിശുദ്ധ അമ്മ ഉണ്ട് കേട്ടോ എപ്പോഴും. എൻ്റെ ബാച്ചുകാരനാണ് ബിനോയ് കരുമരുന്നെങ്കിൽ. ഞങ്ങൾ ദാവീദും ജോനാഥനും പോലെ ആയിരുന്നു തിയോളജി കാലത്ത്, കോട്ടയം വടവാതൂർ സെമിനാരിൽ പഠിച്ച കാലത്ത്. അപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ. ഞങ്ങൾ തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്. പുള്ളിയും ഒറ്റ മോനാണ്, ഞാനും ഒറ്റപുത്രനാണ്. പുള്ളിയും ലേറ്റ് വൊക്കേഷനാണ്, ഞാനും ലേറ്റ് വൊക്കേഷനാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പം അച്ഛനെ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഈ വൈദ്യരുടെ ധ്യാനത്തിനൊക്കെ പോകുമ്പം ബിനോയ് അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ അച്ഛനൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, അച്ഛനൂടെ മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ മാനന്തവാടി രൂപതയിൽ ആദ്യം വികാരിയായിട്ടിരുന്ന പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഡിവോഷൻ ഉണ്ടായിരുന്നു, വേളാങ്കണ്ണി മാതാവിൻ്റെ. അവിടെ ഒരു ദിവസം 3000-ഓളം ആളുകളൊക്കെ വന്ന് പിന്നെ പ്രാർത്ഥിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യായിരുന്നു. അവിടുന്ന് ജന്മം കൊണ്ട പാട്ടാണിത്. അത് എഴുതിയത് ഞാനല്ല, ആ പുതിയടങ്ങുന്ന ഇടവകയിലെ ഒരു കൊച്ചായിരുന്നു. കാൽവരി ക്രൂശിലെ നിൻമിഴി നീരിൽ 1000 മഴവില്ലിൻ ശോഭ കണ്ടു. ഇതാ നിൻ മകനെന്നോദിയ നേരമി ഞാനും നിന്നോമന പൈതലാ. കാൽവരി ക്രൂശിലെ നിൻമിഴി നീരിൽ 1000 മഴവില്ലിൻ ശോഭ കണ്ടു. ഇതാ നിൻ മകനെന്നോദിയ നേരമി ഞാനും നിന്നോമന പൈതലാ. അമ്മേ നിൻ മാറോടു ചേർക്കണമേ, അമ്മേ നിൻ താരാട്ടു പാടണമേ, അമ്മേ നിൻ മാറോടു ചേർക്കണമേ, അമ്മേ നിൻ താരാട്ടു പാടണമേ. സഹനത്തിൻ കാൽവരി യാത്രയിതിൽ ക്രൂശുമായി നിലതെറ്റി വീണിടുമ്പോൾ, സഹനത്തിൻ കാൽവരി യാത്രയിതിൽ ക്രൂശുമായി നിലതെറ്റി വീണിടുമ്പോൾ, വ്യഥയാൽ
പിളർന്ന ഹൃദയവുമായി അന്നു നിൻ സുതനോടു ചേർന്നതുപോൽ വ്യഥയാൽ പിളർന്ന ഹൃദയവുമായി അന്നു നിൻ സുതനോടു ചേർന്നതുപോൽ അമ്മേ നിൻ മാറോടു ചേർക്കണമേ, അമ്മേ നിൻ താരാട്ടു പാടണമേ, അമ്മേ നിൻ മാറോടു ചേർക്കണമേ, അമ്മേ നിൻ താരാട്ടു പാടണമേ. സ്നേഹം വറ്റിയ ഹൃദയങ്ങൾ കാനായിലെ പോൽ നിരന്നിടുമ്പോൾ, സ്നേഹം വറ്റിയ ഹൃദയങ്ങൾ കാനായിലെ പോൽ നിരന്നിടുമ്പോൾ, വീഞ്ഞിൻ മാധുര്യം നിറച്ചിടാനായി അന്നു നീ മാധ്യസ്ഥമേകിയപ്പോൾ, വീഞ്ഞിൻ മാധുര്യം നിറച്ചിടാനായി അന്നു നീ മാധ്യസ്ഥമേകിയപ്പോൾ, കാൽവരി ക്രൂശിലെ നിൻമിഴിനീരിൽ 1000 മഴവില്ലിൻ ശോഭ കണ്ടു. ഇതാ നിൻ മകനെന്നോദിയ നേരമി ഞാനും നിന്നോമന പൈതലാം. അമ്മേ നിൻ മാറോടു ചേർക്കണമേ, അമ്മേ നിൻ താരാട്ടു പാടണമേ, അമ്മേ നിൻ മാറോടു ചേർക്കണമേ, അമ്മേ നിൻ താരാട്ടു പാടണമേ. അച്ഛൻ നല്ല ഫീലോട് കൂടി അച്ഛൻ പാടിയത്. അച്ഛൻ നല്ല ഗായകനാണ്. താങ്ക് യു അച്ഛാ. ഇനി അത് ഒരിക്കലും ഞാൻ ഗായകനല്ലെന്ന് പറഞ്ഞേക്കരുത്. നല്ല ശബ്ദം, നല്ല സൂപ്പറായിട്ട്. കോറസ് ഒക്കെ എന്ത് രസമല്ലേ, അമ്മേ നിൻ മാറോട്. വരികളും നല്ലതാണ്. തീർച്ചയായും. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ജേക്കബേട്ടനാ മനോഹരമായിട്ട് ചെയ്തു. വീണയൊക്കെ ലൈവാണ്. എല്ലാം ചേർന്നപ്പോൾ നല്ലൊരു ഭംഗിയുള്ള പാട്ടായിട്ട് മാറി. ഞാനിപ്പോഴും ഓർക്കുന്ന അച്ഛൻ്റെ ആ ഒരു ആദ്യ പാട്ടുണ്ടല്ലോ, പാട്ടൊരു സൃഷ്ടിയായിട്ട് വരുമ്പോൾ അച്ഛൻ ആ വെയിറ്റ് ചെയ്ത നിമിഷങ്ങളും പുറത്തിറങ്ങാനുള്ള നിമിഷങ്ങളും അതിൻ്റെ ആയിട്ടുള്ള അനുഭവങ്ങളും കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആദ്യത്തെ പാട്ടാ എന്നാ പറഞ്ഞാൽ എത്ര പാട്ട് അച്ഛൻ സൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ട് അച്ഛൻ്റെ? ഏതാണ്ട് 100-നടുത്ത് വെച്ചിട്ടില്ല ഏതാണ്ട്. അപ്പം ഇതിന് വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പറഞ്ഞത്, എനിക്ക് എന്നാ പറഞ്ഞാലും എല്ലാത്തിനും അപ്പുറമാണ് അച്ഛൻ്റെ ആദ്യ ഗാനം. അച്ഛൻ്റെ ഫിലോസഫി സമയത്ത് തുടങ്ങിയ 4 വരി അച്ഛനായി കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ വന്ന ആ ഒരു എന്നാ പറയുന്ന ഒരു പാട്ടാണ് അച്ഛൻ്റെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അച്ഛൻ്റെ അനുഭവങ്ങളും. നിരവധി പാട്ടുകൾ അച്ഛന് പാടിയിട്ടുണ്ട്, അച്ഛൻ എഴുതിയിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ ഒക്കെ അപ്പുറമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് വചനങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ. അച്ഛനൊരു ധ്യാനഗുരുവാണ് കേട്ടോ. വചനമൊക്കെ ഒരുപാട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികം പറയാൻ പറ്റില്ല, പക്ഷേ ബൈഹാർട്ട് ചെയ്ത ഒരുപാട് വചനങ്ങളുണ്ട് അച്ഛന്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആരാധന സമയത്തൊക്കെ നിരവധി വചനങ്ങളാണ് അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. അത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്ന ഒരു വൈദികനാണ് നമ്മുടെ കൂടെയുള്ളത്. നിരവധി സമയം ഇപ്പോൾ അച്ഛനൊരു പള്ളിയിലാണ്. അതിനെപ്പറ്റിയൊക്കെ ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് പറയാം. അച്ഛനൊരു പള്ളിയിലാണ്, നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്, പള്ളിപ്പണി ആരംഭിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതിനൊക്കെ മാറ്റി നിർത്തി അച്ഛന് ഈശോയുടെ മുമ്പിൽ അച്ഛൻ സമയം ചെലവഴിക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എനിക്ക് വ്യക്തമായിട്ട് അറിയാം,
മറ്റ് പലരിൽ നിന്ന് പറഞ്ഞിട്ടുമുണ്ട്, ആരാധന സമയമാണ്, ആരാധനയ്ക്ക് മുമ്പിൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കും, സമയം പോകുന്ന പോലും അറിയില്ല. തീർച്ചയായും അച്ഛൻ്റെ ഒരു സാന്നിധ്യം വളരെ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളുടെ പ്രത്യേകിച്ച് ലോകത്ത് ഇങ്ങനെയുള്ള വൈദികരെ കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം ആരാധനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അച്ഛനെ ഇനിയും പ്രാർത്ഥിക്കണം. ഒത്തിരി ഒത്തിരി നന്ദി അച്ഛാ. താങ്ക് യു അച്ഛാ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ മനോഹരം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയിൽ